Good morning. How are you all? Okay. All of you mark your attendance. How are you? I am good. സയാനെ കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ. All of you please on your video. Afia, Dia, can you sing a song? Okay, Afia. Then unmute. എന്ത് നല്ല വീട് എൻ്റെ വീട്, ചന്തമുള്ള വീട് എൻ്റെ വീട്. അച്ഛനുണ്ട് വീട്ടിൽ, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, വാവയുണ്ട്, ഞാനും ഉണ്ട്. ആഹാ, എല്ലാരും ഉണ്ടോ? ചേച്ചിയും ചേട്ടനും എല്ലാരും ഉണ്ടോ വീട്ടില്? ഓക്കെ. ദിയയുടെ ഒരു പാട്ട് കേൾക്കണല്ലോ. പാടിക്കോ. ഗുഡ് മോർണിംഗ് ജാനി. നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ ജാനി. ദിയക്ക് പാട്ടൊന്നും അറിയില്ല? നമ്മൾ ജാനിക്കുട്ടി പാടും ഇപ്പൊ, കേട്ടോ? ജാനിക്കുട്ടി ഒരു പാട്ട് പാടിയ കേക്കട്ടെ, ഉഷാറായിട്ട്. എനിക്കറിയില്ല. ഇഷിത, ഹൗ ആർ യു? കാണാനേ ഇല്ലല്ലോ ഇഷിതനെ. എവിടെയോ പോയിട്ടായിരുന്നുണ്ടായിരുന്നല്ലേ, വീട്ടിലില്ലായിരുന്നു, എനിക്കറിയാം. എവിടെയാ പോയത്? കേക്കട്ടെ വിശേഷങ്ങള്. എപ്പോ വന്നു? ഇന്നലെ. എന്റെ കൂട്ടുകാരൊക്കെ കൂടി കളിക്കുമായിരിക്കും അല്ലേ? ഓക്കെ. ഹർഷൽ എന്ത് പറയുന്നു? ഹർഷൽ ഒന്നുമില്ല. നീ നല്ല സുന്ദരനായിട്ടുണ്ടല്ലോ ഇന്ന്. നീ കുളിച്ചാ? ആ, പല്ലൊക്കെ തേച്ചിട്ടുണ്ട്, നല്ല സുന്ദരനായിട്ടുണ്ട്. ബോയ്സ് എല്ലാരും അതെ. തൻദേവിനെ കണ്ടോ? ചയാനുണ്ട്. നമ്മുടെ ബോയ്സ് ക്ലാസ്സിൽ കയറുന്നത് കുറവാണല്ലോ. ഓക്കെ. ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. എന്താ നമ്മൾ പഠിച്ചത്? ഫാത്തിമ കുട്ടി വീഡിയോ ഓൺ ചെയ്ത് കാണട്ടെ. സൺദേവ്, എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? വിച്ച് ലെറ്റർ? ആ, ടാറ്റ ഡാഠയാണ് പഠിച്ചത് അല്ലേ? മിസ്സേ, ദിയ പാട്ട് പാടുവേ. ആ, ഓക്കെ, പഠിക്കോളൂ. मछली जल की रानी है, जीवन उसका प्यारी है. मछली जल की रानी है, जीवन उसका पानी है. हाथ लगाओ मर जाएगी, मर जाएगी, डर जाएगी, हाथ लगाओ तो डर जाएगी, डर जाएगी, बाहर निकालो तो मर जाएगी, पानी में डालो तो तैर जाएगी, पानी में डालो तो तैर जाएगी,
मछली जल की रानी है जीवन उसका पानी है അല്ലേ? ഓക്കെ, അടുത്ത ദിവസം നന്നായിട്ട് പഠിച്ചിട്ട് വാട്ടോ. ഹായ് സായക്. അവിടെ എത്ര സമയമായി സായക്ക്? കുറച്ച് സമയമായി. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലൊന്നും സായകിനെ കണ്ടില്ല കേട്ടോ. മിസ്സിന്റെ ക്ലാസ് അത് എവിടെയോ പോയതാ എന്നോട് പറഞ്ഞത്. അതെ അതെ, നിങ്ങള് എന്റെ ക്ലാസ് കാണാതിരിക്കുമ്പോ എനിക്ക് ഭയങ്കര വിഷമാ കേട്ടോ. അല്ലേ ഫാത്തിമ? മിസ്സിന്റെ ക്ലാസ്സിൽ കയറാതിരിക്കുമ്പോൾ ഭയങ്കര വിഷമാണ്. മിസ് രാവിലെ വരുന്നതാണ്, 7 മണിക്ക് ഇവിടെ വരുന്നതാണ്. അപ്പൊ നിങ്ങൾ വന്നില്ലെങ്കിൽ, നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടല്ലേ മിസ് ഇവിടെ വരുന്നേ. അപ്പം മിസ്സിന്റെ ക്ലാസ്സിൽ ഇന്ന് കയറുന്നില്ല എന്നുള്ളൊരു മെസ്സേജ് നിങ്ങൾ എനിക്ക് അയച്ചു തരണ്ടേ? അപ്പൊ ഞാൻ നിങ്ങളോട് എന്തേ ക്ലാസ്സിൽ കണ്ടില്ല എന്ന് ചോദിച്ച് വിഷമത്തോട് ചോദിക്കുമ്പോൾ നിങ്ങൾ മറുപടി തരുന്നത് എപ്പോഴാണ്? പിറ്റേ ദിവസം രാവിലെയാണ് എനിക്ക് മറുപടി തരുന്നത്. ഫാത്തിമയുടെ മുഖം നോക്കിയേ. അപ്പൊ അതൊക്കെ എനിക്ക് വിഷമാട്ടോ, സങ്കടാവും. ക്ലാസ് കയറിയില്ലെങ്കിലും കയറാത്തതിന്റെ കാരണം പറഞ്ഞില്ലെങ്കിലും എനിക്ക് വിഷമാവും കേട്ടോ. അപ്പൊ എല്ലാവരും ക്ലാസ്സിൽ കയറണം. മിസ്സിന്റെ ക്ലാസ്സിൽ എന്തായാലും നിങ്ങൾ ഉണ്ടാവണേ. അപ്പൊ കുറേ ഉണ്ട് ബോയ്സ്, കുറേ മടിയന്മാരുണ്ട്, ഇവിടെ കാണാത്തവരുണ്ട്. ഇനി അവർക്ക് എന്താ കാരണം നോക്കട്ടെ. ഇനി നെറ്റ് ഇഷ്യൂ ആണോ അല്ല എവിടെയെങ്കിലും പോയതാണോ എന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് സന്തോഷമായി. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഹർഷലുണ്ട്, ദിയ, ആഫിയ, തൻദേവ്, ജാനകി, ഇഷിത, ഗായത്രി, സയാൻ, ഫാത്തിമ. സയാനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കായിട്ട് പോകുന്ന എനിക്കൊന്ന് റേഞ്ച് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഓക്കെ, കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് ഇനി അഥവാ നിങ്ങൾക്ക് റേഞ്ച് ഇഷ്യൂ കാരണം ആ ക്ലാസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് ക്ലാസ് കാണുക, അതിൻ്റെ ഹോംവർക്ക് എന്താണെന്നൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട, ഠ, ഡ, ഠ കഴിഞ്ഞിട്ടുള്ള ലെറ്ററാണ്. ണ. ട, ഠ, ഡ, ഠ, ണ. ണയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ട, ഠ, ഡ, ഠ എന്നുള്ള ഹോംവർക്കൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഹോംവർക്ക് ചെയ്തിട്ടും അയച്ചു തരാത്തവരുണ്ട്, വീട്ടിൽ സൂക്ഷിക്കുന്നവരുണ്ട്. അയച്ചു തന്നാലേ മിസ്സിന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ലെറ്ററാണ് ണ. എങ്ങനെയാണ് ണ എഴുതി നോക്കിയോ? ഫസ്റ്റ് നമ്മൾ യു എഴുതുന്നില്ലേ? യു എഴുതുന്ന പോലെയാണ് നമ്മൾ ണ എഴുതാൻ പോകുന്നത്. യു എഴുതി അതിനോട് ചേർന്നല്ല, കുറച്ച് വിട്ടിട്ടാണ് ഒരു 1 എഴുതുന്നത്. കണ്ടോ? ഇത് കണ്ടോ? എന്നിട്ട് ലാസ്റ്റ് മുകളിൽ വരയ്ക്കും. ഈസിയാണ്. ഫസ്റ്റ് യു എഴുതി കുറച്ച് സ്പേസ് വിട്ടിട്ട് വരയ്ക്കുന്നു, എന്നിട്ട് വരയ്ക്കുന്നു. ണ മലയാളത്തിൽ ഇങ്ങനെയാണ് നമ്മൾ ണ എഴുതുക. ഓക്കെ, അത് പിന്നീട് കാണിച്ചു തരാം ഒന്നുകൂടെ. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. ടേക്ക് പേജ് നമ്പർ 13. പേജ് നമ്പർ 12. പേജ് നമ്പർ 12. टा से टमाटर, टा से टब, टा से टमटम. ठा से ठेला, ठा से ठडेरा, ठा से ठप्पा. डा से डमरू, डा से डफली, डा से डाकिया. ठा से ढोलक, ठा से ठकना, ठा से ഠാൽ. ലാസ്റ്റത്തെ ഠാ പറയുമ്പോൾ കുറച്ചൊന്ന് ഉറപ്പിൽ പറയണം. ഠാ. Okay, then next letter is na. Na varnu hota khali. Na ചേർത്തിട്ട് ഒരു വേർഡ്സും ഒരു പിക്ചറും ഇവിടെ കൊടുത്തിട്ടില്ല. പക്ഷേ അക്ഷരദീപത്തിലുണ്ടെന്ന് തോന്നല്ലോ. എന്നെ കാണിച്ചു ഒന്ന്, അക്ഷരദീപം ഒന്ന് കാണിച്ച് നോക്കട്ടെ. ന എന്ന ലെറ്റർ കൊണ്ട് എന്തോ എഴുതിയിട്ടുണ്ട്. ബാൺ അല്ലേ? ബാൺ എന്നാണ് തോന്നുന്നു എനിക്ക്, അല്ലേ? അതെ, ബാൺ എന്ന് പറഞ്ഞാൽ എന്താ? ബാണം. ആരോ ഇല്ലേ, അമ്പില്ലേ, അതാണ് ബാൺ. ഇപ്പോൾ ഇന്ന് നമ്മൾ എഴുതാൻ പോകുന്ന ലെറ്ററാണ് ന. ന വർണ്ണ ഹോത്ത ഖാലി. ന എന്ന ഇതുകൊണ്ട് ഇവിടെ നമുക്കൊന്നും പിക്ചറൊന്നും തന്നിട്ടില്ല. അക്ഷരദീപത്തിലുണ്ട് അല്ലേ? നാസെ ബാൺ, നാസെ ബാൺ. ഓൾ ഓഫ് യു സേ ലൗഡ്ലി നാസെ ബാൺ. ബാൺ. അപ്പൊ ഈ ലെറ്റർ ഒന്ന് റഫായിട്ട് എഴുതി നോക്കിയേ.
റഫായിട്ടൊന്ന് എഴുതി നോക്കിയേ എണ്ണ. ഈസി അല്ലേ നോക്കിയാൽ. ഇതിന് ഈ യു എന്നല്ല, ഇതിന് മുട്ടാൻ പാടില്ല കേട്ടോ. ഈ വണ്ണ് വരയ്ക്കുമ്പോൾ അത് കുറച്ച് സ്പേസ് വിട്ട് വേണത്. അപ്പോൾ നമ്മൾ അക്ഷരദീപത്തിൽ നോട്ട് ബുക്കിൽ എഴുതുമ്പോൾ യു ചെറുതായിട്ട് എഴുതണം. അപ്പോൾ 2 ലൈനിലായിട്ട് എഴുതുമ്പോൾ അത് എങ്ങനെ വരുമെന്ന് ഞാൻ കാണിച്ചു തരാം. 2 ലൈൻ കോപ്പിയിൽ എഴുതുമ്പോൾ കുറച്ച് അതായത് ഫസ്റ്റ് നമ്മൾ ആ യു എഴുതുന്നത് കുറച്ച് ചെറുതും രണ്ടാമത്തെ 1 എഴുതുന്നത് 2 ലൈനിൽ മുട്ടിച്ചുമായിരിക്കും എഴുതേണ്ടത്. കാണുമോ അറിയില്ല, നോക്കട്ടെ. ഇത് കണ്ടോ നിങ്ങൾ? 2 ലൈൻ കണ്ടോ? അപ്പോൾ ഫസ്റ്റ് ഇത് എഴുതുമ്പോൾ താഴത്തെ ലൈനിൽ മുട്ടാൻ പാടില്ല. കണ്ടോ? 1 എഴുതുമ്പോൾ താഴത്തെ 2 ലൈനിൽ മുട്ടണം. അപ്പോൾ ആദ്യത്തെ ചെറുതായിട്ട് എഴുതുക നടുഭാഗത്ത് വരെ. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു ഹോംവർക്ക് ആയിട്ടുണ്ടല്ലേ? നാ എന്ന ലെറ്റർ എഴുതണം. ഓക്കെ. നെക്സ്റ്റ് ലെറ്റർ ഈസ് അതിന് ശേഷം നിങ്ങൾ നോട്ട് ബുക്കിൽ ടേക്ക് യുവർ നോട്ട് ബുക്ക് കാണിച്ചു തരാം ഞാൻ. ഫസ്റ്റ് ലൈനിൽ തന്നെ നിങ്ങൾ എഴുതി വെച്ചോ, അല്ലെ പിന്നെ അത് നിങ്ങൾ മറന്നു പോകും. ജസ്റ്റ് മിനിറ്റ്. ടീച്ചർ, നോട്ട്ബുക്ക് ഇല്ല. നോട്ട്ബുക്ക് ഇല്ലേ? നോട്ട് ബുക്ക് വേണമല്ലോ മക്കളെ. അക്ഷരദീപും ടെക്സ്റ്റ് ബുക്കും ഉണ്ടോ കയ്യില്? അക്ഷരദീപ് ഉണ്ടോ? ടെക്സ്റ്റ് ബുക്ക്? ടെക്സ്റ്റ് ബുക്കോ? നോ. യെസ്. ഓക്കെ, ഗുഡ്. അപ്പോൾ നോട്ട് ബുക്ക് ഉള്ളവരെടുക്കുക. അല്ലാതെ മോൾക്ക് വേണം, നോട്ട് ബുക്ക് വേണം. 2 ലൈൻ കോപ്പി വേണം. ആരാ ഇത് പേര് പറഞ്ഞേ? ഗായത്രി. ഗായത്രി. 2 ലൈൻ കോപ്പി വേണം മോളെ, എന്നിലേ നമുക്ക് ആ ലെറ്റേഴ്സ് എഴുതി പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നോട്ട് ബുക്കിൽ നിങ്ങൾ ലുക്ക് ഹിയർ. വേണ്ടോ? ഓൾ ഓഫ് യു ലുക്ക് ഹിയർ. ട ഠ കാണുന്നില്ലേ? ഡ ഠ ന ഇങ്ങനെ എഴുതി വെച്ചെവിടെ? ഓക്കെ ആയില്ലേ? നമ്മളിപ്പം ഇത്രയും ദിവസം പഠിച്ച ലെറ്റർ ഡാട്ടാണ്. കുറച്ച് സ്പേസ് വിട്ട് വിട്ട് അത് 2 ലൈനിൽ എഴുതുക. അപ്പോൾ തന്നെ എന്താണ്, നിങ്ങൾ പേരൻസ് ഒന്ന് സ്കെയിൽ വെച്ച് അതിൻ്റെ ഇടയിൽ ലൈൻ വരച്ചു കൊടുക്കണം. എഴുതിയിട്ടുണ്ടോ? ഓ, ഒന്നുകൂടെ കാണിക്കണോ? ഓക്കെ. ഫസ്റ്റ് 2 ലൈൻ കോപ്പിയിൽ ഫസ്റ്റ് ലൈനിൽ പേരൻസ് ആയാലും ഒന്ന് എഴുതി കൊടുക്കുക. ഇത് കുറച്ച് സ്പേസ് വിട്ടിട്ട് എന്നപ്പോൾ പറഞ്ഞുകൊണ്ട് എഴുതുക. ഓക്കെ, ഓൾ ഓഫ് യു സേ ആൻഡ് റൈറ്റ്. ട ഠ ഡ ഠ ന. ട ഠ ഡ ഠ ന. മിസ് ഇവിടെ സ്കെച്ചും കൂടി എഴുതിയത് ഡ കുറച്ച് കൂടി പോയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാലോ ഡ എങ്ങനെ എഴുതേണ്ടത്, എസ് പോലെ. ട ഠ ഡ ഠ ന. നോട്ട് ബുക്കിൽ നിങ്ങൾ എഴുതണം ഫസ്റ്റ്. ഒരു ഹാഫ് പേജെങ്കിലും എഴുതണം. അതിന് ശേഷമാണ് ഇത് എഴുതേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് ലെറ്റർ ഈസ് ത. സായൊക്കെ എവിടെയാ നോക്കുന്നേ? അമ്മ കൈ പിടിച്ച് എഴുതിക്കുന്നത് സായൊക്കെ എവിടെയാ നോക്കുന്നത്? ഓക്കെ ഓക്കെ, വെരി ഗുഡ് Sayan. Okay, all of you listen here.
Okay. Okay, listen here. Don't write now. Please listen. Next letter is ta. Look here, ta. Ta se tabla, ta se taraju, ta se talwar. Okay, listen. All of you say loudly, ta. 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 Ta se tabla. Ta se tabula. തവളയോ? തവളയല്ല, തബല. ആ, താസേ തബല, താസേ തരാജു, താസേ തൽവാർ. ആ, തബല എന്ന് പറഞ്ഞ എന്താ? തബല. ആ, ഭയങ്കര സൗണ്ട് ആണല്ലോ ഇവിടെ. ചെണ്ട. ചെണ്ട. ചെണ്ടയല്ല. ആ, ചെണ്ട ഒട്ടുന്നുണ്ട് ഇവിടെ. തബല എന്ന് പറഞ്ഞ തബല തന്നെയാണ് അല്ലേ? തബല. തബല ഒരു സംഗീതോപകരണമാണ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. തബല. താസേ തരാജു. എന്താണ് തരാജു? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ തരാജു? തരാജു എന്ന് പറഞ്ഞ ചെണ്ടയാണോ? തരാജു നോക്കിയേ, നിങ്ങൾ പിക്ചർ നോക്കിയേ. ആ, ത്രാസ് അല്ലേ? ത്രാസ് എന്തിനാ നമുക്ക് തരാജു? ആ, എങ്ങനെയാ അളവ് നോക്കുന്നേ ഈ തരാജുവില്? അറിയോ നിങ്ങൾക്ക്? ഇതിൽ എങ്ങനെയാ നമ്മൾ അളവ് നോക്കുന്നേ? ഇവിടെ 2 പാത്രങ്ങൾ കണ്ടോ? ഇവിടെ നമ്മള് അളവ് എന്താണോ നമ്മൾ അളക്കുന്ന സാധനം വെക്കും. ഇവിടെ അതിന്റെ അളവ് കോല്, എന്താണ് അതിന്റെ എത്ര കിലോയാണെങ്കിലും ആ അളവ് ഇവിടെ വെക്കും അല്ലേ? 1 കിലോ പഞ്ചസാരയാണെങ്കിൽ പഞ്ചസാര 1 കെട്ട് ഇവിടെ വെക്കും. ഇവിടെ 1 കിലോന്റെ അതിന്റെ ആ അളവ് കല്ല് അവിടെ വെക്കും. അങ്ങനെയാണ് അല്ലേ? ഇപ്പൊ നമ്മളെല്ലാം ഓട്ടോമാറ്റിക് ആയി അല്ലേ? ഓക്കെ. അപ്പോൾ അത് നമ്മുടെ സാധനങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തരാജു. താസേ തൽവാർ. എന്താണ് തൽവാർ? തൽവാർ എന്ന് പറഞ്ഞാൽ വാള്. എല്ലാരും വാള് വീശാൻ തുടങ്ങി. നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ തൽവാർ? കുട്ടികൾ ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. നമുക്കതൊന്നും വേണ്ട അല്ലേ? നമ്മൾക്ക് ടോയ്സ് ഒക്കെയാണ് വേണ്ടത്. നിഷാൻ, എന്താണ്? ജാനിക്കുട്ടി എന്താണ് പറയുന്നത്? ചക്കായി പോയോ? നല്ല സുന്ദരിയായിട്ടുണ്ട്. യൂണിഫോം ഒക്കെ ഇട്ട് നല്ല കൊമ്പൊക്കെ കെട്ടിട്ട് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ ജാനിക്കുട്ടി. നല്ല റിബണൊക്കെ കെട്ടി നോക്കിയേ. ഓക്കെ, ലിസൺ. ഞാൻ നമ്മുടെ നിഷാനെയാ വിളിച്ചത്. നിഷാനെ കാണാനേ ഇല്ല. നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട് ഈ കുട്ടികളൊക്കെ. നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് അവർ പോയി. ഓക്കെ, അപ്പൊ പഠിക്കാത്. താസേ തബല. All of you say താസേ തബല, താസേ തരാജു, താസേ തൽവാർ. ഓക്കെ, നമ്മൾക്ക് ഇനി ഒരു പീരീഡ് കൂടെ വരുന്നുണ്ടല്ലേ? KGBയില് ഒരു പീരീഡ് കൂടെ വരുന്നുണ്ട്. അപ്പോഴേക്കും നിങ്ങള് ണ എന്ന ലെറ്റർ അക്ഷരദീപത്തിൽ നോട്ട് ബുക്കിൽ എഴുതി എനിക്ക് അയച്ചു തരണം കേട്ടോ. നിഹാൽ, ഹലോ, എന്താ ഇവിടെ ചെയ്യുന്നേ? വേർ ഈസ് യുവർ യൂണിഫോം? അണ്ട, ആ യൂണിഫോം ഇട്ടിട്ട് വരുമ്പോഴാണ് നിങ്ങളെ കാണാൻ നല്ല ഭംഗി. നിഹാര മുടിയൊക്കെ കെട്ടി നല്ല സുന്ദരിയായിട്ട് വന്നതായിരുന്നു ആദ്യത്തെ ക്ലാസ്സിൽ. പിന്നെ കാണുന്നില്ല.
അല്ലെ നിഹാലേ? നീ അവൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. നിഹാരയോട് ഒന്ന് പറയണം, നല്ല കുട്ടിയായിട്ട് ക്ലാസ്സിൽ ഇരിക്കണം, യൂണിഫോം ഒക്കെ ഇട്ട് സുന്ദരിയായിട്ട് ഇരിക്കാൻ പറയണം കേട്ടോ. എന്തോ പറയുന്നുണ്ട്, ക്ലിയർ അല്ല. ഓക്കെ, ഇനിയിപ്പോ അത് നമുക്ക് വായിച്ചു കേൾക്കാലോ. ഫസ്റ്റ് ദിയ പ്രമോദ്. താസേ തബല. ടെക്സ്റ്റ് ബുക്ക് ഇല്ല. അയ്യോ, ഞാൻ കാണിച്ചല്ല, നോക്കി വായിക്കേ. താസേ തബല. വായിച്ച. താസേ തബുല. താസേ തരാജു. താസേ തരാജു. താസേ തൽവാർ. താസേ തൽവാർ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ധൻദേവ്. താസേ തബല. താസേ തരാജു. താസേ തൽവാർ. തൽവാർ, വെരി ഗുഡ്. ഫാത്തിമ. താസേ തബല. താസേ രാജു. താസേ തൽവാർ. തൽവാർ, വെരി ഗുഡ്. ഇഷിത. ഇതെന്താ ധൻദേവിന്റെ കയ്യില്? താസേ തൽവാർ. താസേ തരാജു. താസേ തൽവാർ. തൽവാർ, വെരി ഗുഡ്. ഇഷിത, ഹോംവർക്ക് ചെയ്യുന്നുണ്ടോ? അമ്മയുടെ മുഖത്തൊക്കെ ചിരിക്കുക. ഇല്ലെന്നാ, ഹോംവർക്ക് ചെയ്തില്ലേ ഞാൻ വീട്ടിൽ വരും. ജാനകി. താസേ തമില. താസേ തരാജു. താസേ തൽവാർ. തൽവാർ, വെരി ഗുഡ്. സയാൻ. താസേ തബല. താസേ തരാജു. താസേ തബല. തൽവാർ എന്നല്ലേ? തൽവാർ. ഇതെന്താണ് ഒരു ഉഷാറില്ലാത്ത സയാൻ? ക്ലാസ്സിൽ നല്ല ആക്റ്റീവ് ആയിരുന്നല്ലോ. ഗായത്രി. താസേ തബല. താസേ തരാജു. താസേ തൽവാർ. തൽവാർ, വെരി ഗുഡ്. നിഹാര. രണ്ടുപേരൂടെ വായിക്കാൻ, നിഹാരയും നിഹാലും. നിഹാൽ, ഡോണ്ട് ബൈറ്റ് യുവർ പെൻസിൽ. സേ ലൗഡ്ലി. താസേ തബല. വായിക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നില്ല. താസേ തബല. താസേ തരാജു. താസേ തൽവാർ. വെരി ഗുഡ്. സായക്. അവിടെ ഇരുന്ന് നാ എഴുതിക്കോ. ഈ പീരീഡ് കഴിഞ്ഞിട്ട് നിങ്ങൾ നാ എന്ന ലെറ്റർ എഴുതി കാണിക്കണം കേട്ടോ. സായക്. താസേ തബല. താസേ തരാജു. താസേ തൽവാർ. തൽവാർ, വെരി ഗുഡ്. ആഫിയ. താസേ തബല. താസേ തരാജു. താസേ തൽവാർ. തൽവാർ, ഓക്കെ, വെരി ഗുഡ്. നിഷാൻ.
ताशे तबला ताशे तराजू ताशे तलवार തൽവാർ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇനി ആരാ? ഹർഷൽ കൂടെ ഉണ്ട്. ഒരു കാര്യം പറയാനുണ്ട് നിങ്ങളോട്. ताशे तबला ताशे तराजू ताशे തൽവാർ. तलवार തൽവാർ, വെരി ഗുഡ്. അപ്പോൾ മിസ് പിന്നെ ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്നപ്പോൾ നമുക്കൊരു ഡ്രോയിങ് ഉണ്ടായിരുന്നില്ലേ അല്ലേ? മിസ്സല്ലേ ഡ്രോയിങ് ചെയ്യിച്ചുകൊണ്ടിരുന്നത് നിങ്ങളെ? അപ്പം നിങ്ങളുടെ ഡ്രോയിങ് ബുക്കിൽ നിഷാനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നു ഡ്രോയിങ്ങിൻ്റെ കാര്യം. ഡ്രോയിങ് ചെയ്യുമ്പോൾ നിഷാൻ്റെ കോമഡിയൊക്കെ ഓർത്ത് എനിക്ക് ചിരി വരുമോ ഇപ്പോഴും. പിന്നീടല്ലോ പിന്നെ നിങ്ങൾ ഡ്രോയിങ് ബുക്കിൽ ഓരോ ദിവസവും നിങ്ങൾക്ക് ബോറടിക്കുന്ന ടൈമില്ലേ, പഠിച്ചിട്ടും കളിച്ചിട്ടും മതിയാവുന്ന സമയത്ത് നിങ്ങൾ ആ ഡ്രോയിങ് ബുക്ക് എടുത്തിട്ട് ഓരോ പേജിലായിട്ട് നല്ല വൃത്തി കളർ കൊടുക്കണേ. എന്നിട്ട് മിസ്സിൻ്റെ ഹിന്ദിയുടെ ക്ലാസ് വരുമ്പോൾ മിസ്സിനെ അത് കാണിച്ചു തരണം കേട്ടോ. അമ്മയോട് നമുക്ക് ഇനിയിപ്പോൾ സ്കൂള് തുറന്നില്ലെങ്കിൽ, തുറക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്കൂളിൽ വന്ന് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ അമ്മയോട് പറഞ്ഞിട്ട് അതിന് നമുക്ക് സ്റ്റാറൊക്കെ തരാൻ പറയാം. അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് കുറച്ച് കളറൊക്കെ കൊടുക്കുക ഓരോ പേജിലായിട്ട്. ഒരു ദിവസം ഒരു പേജിലേ വേണ്ടൂ കേട്ടോ. അപ്പോൾ ഹിന്ദിയുടെ മിസ്സ് വരുമ്പോൾ, സീമ മിസ്സ് വരുന്ന സമയത്ത് ഞാൻ കളർ കൊടുത്തിട്ടുണ്ടെന്ന് കാണിച്ചു തരണം. ഓക്കെ? അല്ലെങ്കിൽ നമ്മുടെ ആ ബുക്ക് വെറുതെ ആയിപ്പോയില്ലേ? സ്കൂളിലാണെങ്കിൽ നമുക്ക് ചെയ്ത് തീർക്കായിരുന്നു. വീട്ടിലാകുമ്പോൾ അത് കളർ കൊടുക്കാതെ പാവം ബുക്ക് അവിടെ കിടക്കുമല്ലേ, ബുക്കിന് സങ്കടാവില്ലേ? എന്താ ഫാത്തിമ? സായകും പിന്നെ ആരാണ്? ഗായത്രി, ഇഷിത, ഇവരൊന്നും സ്കൂളിൽ വന്നിട്ടില്ലല്ലോ. നമ്മൾ കുറേ കളറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 5 പേജങ്ങ കൊടുത്തിട്ടുണ്ട് കളറ്. ചിലവർക്ക് 2 കളറിങ് ബുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ മാറി മാറി കളർ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് കളർ കൊടുക്കാൻ ആകുമ്പോഴേക്കും നമ്മുടെ ഓൺലൈനിലോട്ട് തിരിച്ചു വന്നു വീണ്ടും. അതുകൊണ്ട് അത് അവിടെ പെൻഡിങ് ആയി. അപ്പോൾ അത് നമുക്ക് ഇനി അതും കൂടെ വീണ്ടും ഒന്നും കൂടെ കളറൊക്കെ കൊടുത്ത് അതിന് വൃത്തിയാക്കാം. ഓക്കെ, അവർ ക്ലാസ് ഈസ് ഓവർ. നെക്സ്റ്റ് പീരീഡ് നമ്മൾക്ക് ഒരു ലെറ്റർ കൂടെ പഠിക്കുക. അപ്പോഴേക്ക് നെക്സ്റ്റ് പീരീഡ് നമ്മൾക്ക് ഇനി 12:15 വരുന്നത് അല്ലേ? അപ്പോഴേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ന എന്ന ലെറ്റർ അക്ഷരദീപത്തിലും നോട്ട് ബുക്കിലും എഴുതി ഹോംവർക്ക് ചെയ്ത് കാണിക്കുക. പിന്നെ എന്താണ്, വേറെ ഒന്നും തന്നെയില്ല. അതൊന്ന് വായിച്ച് നോക്കുക വേണ്ടു. അതിന് ശേഷം ഹോംവർക്ക് വേറൊന്നും പറഞ്ഞിട്ട് നോട്ട് ബുക്കിൽ വന്ന് ടാഠാ ഡാഠാണ എന്നുള്ള ഹോംവർക്ക് പിന്നീട് ചെയ്താൽ മതി. ഒന്നിച്ച് എഴുതണ്ട, കുഞ്ഞു വിരലല്ലേ, വേദന എടുക്കും. കുറച്ച് കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. ഇപ്പം നമുക്ക് നെക്സ്റ്റ് പീരീഡിലേക്ക് വരുമ്പോൾ ന എന്ന ലെറ്റർ മാത്രം എഴുതിയിട്ട് വരിക കേട്ടോ. ഓക്കെ, വേറെ എന്താണ് പറയാനുള്ളത്? ബുക്കില്ലേ? അപ്പോൾ വേറെ ഒന്നും തന്നെ ഇല്ല. ക്ലാസ് വൈൻഡപ്പ് ചെയ്യട്ടെ. ഇന്ന് എത്ര ക്ലാസ് ഉണ്ട് നിങ്ങൾക്ക് KGBക്ക്? 4 ക്ലാസ് അങ്ങാനില്ലേ ഇന്ന്? 4 ക്ലാസ് അങ്ങ് വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഓക്കെ. എങ്കിൽ വൈൻഡപ്പ് ചെയ്തേക്കാം. ഒന്നിച്ചാകുമ്പം നമ്മുടെ കുഞ്ഞു തലയിലെല്ലാം കയറുമോ? ഇല്ല, അമ്മമാർക്കും പണിയുണ്ടാവും. ഓക്കെ, ദെൻ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ ബൈ, സി യു നെക്സ്റ്റ് പീരീഡ്. സ്കൂളിൽ ബുക്ക് ഉണ്ട് മോളെ, വന്നിട്ടുണ്ട്. ഹിന്ദി ബുക്ക് വന്നിട്ടുണ്ടല്ലോ ഇവിടെ. വാങ്ങിയില്ല? ഇല്ല. കഴിഞ്ഞ ദിവസം സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ബുക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്കൂളിൽ വിളിച്ചിട്ട് വന്നിട്ട് വാങ്ങിയിട്ട് പോയിക്കോ കേട്ടോ. സാറിനെ ഒന്ന് വിളിച്ചിട്ട്. ആരുടെ? സജിത മിസ്സിന്റെയോ? സ്റ്റക്കായല്ലോ. സജിത എങ്കിൽ നിങ്ങള് സജിത മിസ് ഇന്ന് ഇവിടെ ഇല്ല സ്കൂളില്. സജിത മിസ്സിനെ വിളിച്ചിട്ട് മിസ്സിനോട് പറഞ്ഞാൽ മിസ് അത് എത്തിച്ചു തരും. അങ്ങനെ ചെയ്തോ. മിസ് ഇന്നില്ല, ഇന്ന് ലീവാണ്.
അതെയോ? മിസ് കൊടുത്തിട്ടുണ്ട് sign ആ മിസ്സിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്തോ കേട്ടോ, എന്നെങ്കിലും അത് കാര്യം നടക്കും. ഓക്കെ ഓക്കെ, സി യു നെക്സ്റ്റ് പീരീഡ്. കുറച്ച് നേരം പോയി വിശ്രമിച്ചോ, കളിച്ചോ പോയിട്ട്.